Hello all, welcome back to MLT Academy. Today we'll be discussing about pregnancy test. Second year BSc MLT സിലബസിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ഒരു എസ്സേ ടൈപ്പ് ഓർ 5 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു സെഷനാണ് പ്രഗ്നൻസി ടെസ്റ്റ്. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കവർ ചെയ്യേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്രഗ്നൻസി, ബിഫോർ ഗോയിങ് ഓൺ ടു പ്രഗ്നൻസി ടെസ്റ്റ് നമ്മൾ പ്രഗ്നൻസി എന്താണ്, വാട്ട് വി ആർ ആക്ച്വലി ഡിറ്റക്റ്റിംഗ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയണം. സോ പ്രഗ്നൻസി പീരീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പീരീഡ് ഫ്രം കൺസെപ്ഷൻ ടു ബർത്ത്. നമ്മൾ കൺസീവ്ഡ് ആയി ഫെർട്ടിലൈസ്ഡ് ആയത് മുതൽ ബർത്ത് വരെയുള്ള ആ ഒരു പീരീഡിനെയാണ് നമ്മൾ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്. യൂഷ്വലി ഇറ്റ് ഇസ് 9 months 9 days ഓർ 40 weeks ഗെസ്റ്റേഷണൽ പീരീഡ് എന്നും പറയാം. ആൻഡ് പ്രഗ്നൻസി പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് LMP എന്ന് പറയും. ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് മുതലാണ് നമ്മൾ പ്രഗ്നൻസി പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് പ്രഗ്നൻസി ടെസ്റ്റിൽ ആക്ച്വലി നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് ഫീറ്റസ് ഉണ്ടോ അല്ലയോ എന്നല്ല, നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് പ്രഗ്നൻസി ആകുന്ന സമയത്ത് ഓർ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം പ്ലാസെൻ്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആയിട്ടുള്ള ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അതിനെയാണ് നമ്മൾ ആക്ച്വലി ഡിറ്റക്ട് ചെയ്യുന്നത്, യൂറിനിലായാലും സിറത്തിലായാലും. സോ അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മിസ്നോമർ. ബിക്കോസ് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് വഴി നമ്മൾ ഫീറ്റസിൻ്റെ പ്രസൻസ് അല്ല ഡിറ്റക്ട് ചെയ്യുന്നത്, ബട്ട് വി ആർ ഡിറ്റക്ടിങ് ദ പ്രസൻസ് ഓഫ് HCG ഓർ ദി ഹോർമോൺ ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. അതിന് ഒരുപാട് ഇൻഡിക്കേഷൻസ് ഉണ്ട്. HCG എലിവേറ്റഡ് ആവുന്നത് പ്രഗ്നൻസിയിൽ മാത്രമല്ല. അതുകൊണ്ട് തന്നെ HCG ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ടെസ്റ്റിംഗ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ആക്ച്വലി എ മിസ്നോമർ. ആൻഡ് പ്രഗ്നൻസി ടെസ്റ്റ് നമുക്ക് ക്വാളിറ്റേറ്റീവ് ആയിട്ടും ചെയ്യാം, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും ചെയ്യാം. എന്താ ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ വി ആർ ഡിറ്റക്ടിങ് വെദർ പ്രഗ്നൻറ്റ് ഓർ നോട്ട്, HCG പ്രസൻറ്റ് ഓർ നോട്ട്, അതാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ആണെങ്കിൽ. ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് HCG അതുകൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് അബൌട്ട് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു HCG എന്ന് പറയുന്ന ഹോർമോൺ എലിവേറ്റ് ആവുന്നത് പ്രഗ്നൻസിയിൽ മാത്രമല്ല, ബട്ട് ഒരുപാട് കണ്ടീഷൻസിൽ എലിവേറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ HCGൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യുക എന്ന് പറയുന്നത് പ്രഗ്നൻസി മാത്രമല്ല ഒരു ഇൻഡിക്കേഷൻ, മറ്റൊരുപാട് കണ്ടീഷൻസ് ഉണ്ട്. സോ ഫസ്റ്റ്ലി നമുക്ക് പ്രഗ്നൻസി തന്നെ പറയാം. നോർമൽ യൂട്രൈൻ പ്രഗ്നൻസിയുടെ ഡയഗ്നോസിസ് ആൻഡ് കൺഫർമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ HCG നോക്കുന്നത്. ആൻഡ് ഓൾസോ ഫോർ ദി ഇവാലുവേഷൻ ഓഫ് എക്ടോപിക് പ്രഗ്നൻസി. എക്ടോപിക് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന HCGയുടെ മാറ്റങ്ങൾ നോർമൽ പ്രഗ്നൻസിയിൽ നിന്നും എക്ടോപിക് പ്രഗ്നൻസി എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ കവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേപോലെ എംബ്രിയോ ട്രാൻസ്ഫർ ഓർ ഇൻവിട്രോ ഫെർട്ടിലൈസേഷനൊക്കെ കഴിഞ്ഞവരിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരിൽ HCGയുടെ ചേഞ്ചസ് എങ്ങനെയാണെന്നുള്ളത് മോണിറ്റർ ചെയ്യാം. അതും നമുക്ക് HCG ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ആൻഡ് ഓൾസോ ഫോർ ദ ഡയഗ്നോസിസ് ആൻഡ് ഫോളോ അപ്പ് ഓഫ് ഗെസ്റ്റേഷണൽ ട്രോഫോബ്ലാസ്റ്റിക് ഡിസീസ്. അതിൽ വരുന്നതാണ് ഹൈഡാറ്റിഡിഫോം മോൾ, ഇൻവാസിവ് മോൾ, കോറിയോ കാർസിനോമ. സോ ഇങ്ങനെയുള്ള കാർസിനോമാസിലും നമ്മൾ HCGയുടെ പ്രസൻസ് എലിവേറ്റഡ് ആവുന്നുണ്ട്. സോ അതിനും യൂസ്ഫുൾ ആണ്. സിമിലർലി ജേം സെൽ ട്യൂമേഴ്സ്. സോ ദീസ് ആർ ദ ബേസിക് ഇൻഡിക്കേഷൻസ് ഫോർ ഡിറ്റക്ടിങ് HCG. Now what is actually this hormone? Human chorionic gonadotropin. ഓവം ഫെർട്ടിലൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ സിൻസീഷ്യോ പ്ലാസെൻ്റയിലുള്ള സിൻസീഷ്യോ ട്രോഫോബ്ലാസ്റ്റിക് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ഓർ HCG. എന്താണ് ഇതിൻ്റെ ഫങ്ഷൻ? HCG ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി പ്ലാസെൻ്റ. HCG വിൽ ഗോ ആൻഡ് സ്റ്റിമുലേറ്റ് ദ കോപ്പസ് ലൂട്ടിയം. കോപ്പസ് ലൂട്ടിയം എവിടെയാണ് കാണുന്നത്? ഓവറിയുടെ അകത്ത്. സോ ഓവറിയുടെ അകത്തുള്ള കോപ്പസ് ലൂട്ടിയത്തിനെ HCG സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് കോപ്പസ് ലൂട്ടിയത്തിനോട് പ്രോജസ്ട്രോൺ ഒരുപാട് എമൗണ്ടിൽ സെക്രീറ്റ് ചെയ്യാൻ പറയും. സോ ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് ദ കോപ്പസ് ലൂട്ടിയം ടു പ്രൊഡ്യൂസ് പ്രോജസ്ട്രോൺ. ആൻഡ് വൈ പ്രോജസ്ട്രോൺ? പ്രോജസ്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമേ പ്രഗ്നൻസി സപ്പോർട്ട് ആവുള്ളൂ. എൻറ്റയർ പ്രഗ്നൻസി പീരീഡിൽ ആ ഒരു പ്രഗ്നൻസി പീരീഡ് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പ്രോജസ്ട്രോൺ വേണം. അതേപോലെ തന്നെ പീരീഡ്സ് ഓർ മെൻസ്ട്രൽ സൈക്കിൾ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിലും പ്രോജസ്ട്രോൺ വേണം. സോ ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് HCG. സോ HCGയുടെ റോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് ദ കോപ്പസ് ലൂട്ടിയം ടു പ്രൊഡ്യൂസ് ദ പ്രോജസ്ട്രോൺ വിച്ച് വിൽ സപ്പോർട്ട് ദ പ്രഗ്നൻസി ആൻഡ് പ്രിവെൻറ്റ്സ് ദ മെൻസ്ട്രേഷൻ. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദി HCGയുടെ എലിവേഷൻ. ഏതൊക്കെ സമയത്താണ് HCG കാണുന്നത്, എത്ര കാലം കാണും എന്നുള്ളതിനെ കുറിച്ച്. സോ കൺസെപ്ഷൻ കഴിഞ്ഞ ഒരു 9 days കഴിഞ്ഞാൽ തന്നെ യൂറിനിൽ അത് അപ്പിയർ ചെയ്യാൻ തുടങ്ങും, HCG കാണാൻ തുടങ്ങും. സിമിലർലി 7th to 12th വീക്കിനുള്ളിൽ പീക്കായിട്ട് നമുക്ക് HCGനെ എലിവേറ്റ് ചെയ്തിട്ട് കാണാൻ സാധിക്കും. ആഫ്റ്റർ വിച്ച് അത് അതിൻ്റെ അളവ് പതിയെ കുറഞ്ഞു വരും. ആൻഡ് HCGക്ക് 2 സബ് യൂണിറ്റ്സ് ആണുള്ളത്, ആൽഫ സബ് യൂണിറ്റ്സും ബീറ്റ സബ് യൂണിറ്റ്സും. നമ്മളെപ്പോഴും പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരും ബീറ്റ HCG ആണ് അല്ലേ. സോ ബീറ്റ HCG ഈസ് സ്പെസിഫിക് ഫോർ പ്രഗ്നൻസി.
വേറസ് ആൽഫ എച്ച് സി ജി എന്ന് പറഞ്ഞാൽ അത് മറ്റൊരുപാട് ഹോർമോൺസിൻ്റെയും കൂടെ കമ്പോണൻ്റ് ആണ്. ലൈക്ക് LH ല്യൂട്ടിനൈസിങ് ഹോർമോൺ, FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, TSH തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ഈ എല്ലാ ഹോർമോൺസിൻ്റെയും കൂടെ കമ്പോണൻ്റ് ആണ് ആൽഫ എച്ച് സി ജി. അതുകൊണ്ട് തന്നെ ആൽഫ എച്ച് സി ജി ഡിറ്റക്ട് ചെയ്യുന്നത് വഴി നമുക്ക് പ്രഗ്നൻസി ആണ് എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. ബട്ട് ബീറ്റ എച്ച് സി ജി എന്ന് പറയുന്നത് സ്പെസിഫിക് ആണ്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പ്രഗ്നൻസിക്ക് ഡിറ്റക്ഷന് ബീറ്റ എച്ച് സി ജി തന്നെ പ്രിഫർ ചെയ്യുന്നത്. സോ ഫ്രം ദ പിക്ചർ ഗിവൻ നമുക്ക് കാണാൻ പറ്റും. സോ ദിസ് ഇസ് എ സിൻസീഷ്യോ ട്രോഫോബ്ലാസ്റ്റിക് സെൽ ആൻഡ് സിൻസീഷ്യോ ട്രോഫോബ്ലാസ്റ്റിക് സെൽസിൻ്റെ ക്രോമസോം നമ്പർ 6 ആൻഡ് ക്രോമസോം നമ്പർ 19. ഇതിൽ ക്രോമസോം നമ്പർ 6 ആണ് ആൽഫ എച്ച് സി ജിക്ക് കോഡ് ചെയ്യുന്നത്, ക്രോമസോം നമ്പർ 19 ആണ് ബീറ്റ സബ് യൂണിറ്റിന് കോഡ് ചെയ്യുന്നത്. ആൻഡ് ദിസ് വിൽ ഗോ ടു ദ മദർ സർക്കുലേഷൻ. എച്ച് സി ജി മദർ സർക്കുലേഷനിൽ എത്തിയതിനു ശേഷം ഹോർമോൺ വിൽ ഗോ ആൻഡ് സ്റ്റിമുലേറ്റ് ദി കോർപ്പസ് ലൂട്ടിയം ടു പ്രൊഡ്യൂസ് പ്രോജസ്ട്രോൺ. ഫസ്റ്റ് വീക്ക് ഓഫ് പ്രഗ്നൻസിയിൽ തന്നെ പ്രോജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യപ്പെടുന്നു ആൻഡ് ദാറ്റ് വിൽ പ്രിവെൻറ്റ് മെൻസ്ട്രേഷൻ ആൻഡ് സപ്പോർട്ട് ദ പ്രഗ്നൻസി. Now this is a graph showing the level of HCG in the various stages of pregnancy. So 2 weeks മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ഡെലിവറി വരെ എങ്ങനെയാണ് എച്ച് സി ജിയുടെ ലെവൽ നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ പറയുന്നത്. സോ യു ക്യാൻ സീ ഫ്രം ദ ഗ്രാഫ് ഫസ്റ്റ് 2 weeks ഓഫ് കൺസംഷനിൽ എപ്പോഴും സിറം ലെവൽ ഓഫ് എച്ച് സി ജി ആയിരിക്കും കൂടുതൽ. ആ ടൈമിൽ നമുക്ക് യൂറിനിൽ എച്ച് സി ജി ഡിറ്റക്ട് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല ഫസ്റ്റ് 2 weeks ഓഫ് പ്രഗ്നൻസി. ആൻഡ് ആഫ്റ്റർ തേർഡ് വീക്ക് കഴിഞ്ഞാൽ യൂറിനിലെ ലെവലായിരിക്കും കൂടുതൽ ദാൻ സിറം. ആ ടൈമിലായിരിക്കും നമുക്ക് എച്ച് സി ജി കാർഡ് ടെസ്റ്റ് യൂറിനിലൊക്കെ പോസിറ്റീവ് ആവുന്നത്. ദെൻ ഒരു 8th to 10th വീക്ക് ആവുന്ന സമയത്ത് സിറം ലെവൽ പീക്കായിരിക്കും. അത്ര തന്നെ ലെവൽ നമുക്ക് യൂറിനിലും കാണാൻ പറ്റും 8th to 10th വീക്ക്. യു ക്യാൻ സീ ഫ്രം ദ ഗ്രാഫ് 30,000 മില്ലി ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് പെർ ml ആണ് എച്ച് സി ജിയുടെ അളവ് സിറത്തിനകത്ത്. സോ ആ ടൈമിൽ അത്രയും അളവ് തന്നെ യൂറിൻ്റെ അകത്തുണ്ടാകും. സോ ദാറ്റ് ഇസ് എ പീക്ക് സ്റ്റേജ്. എച്ച് സി ജി ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് 8th to 10th വീക്ക് ഓഫ് ഗസ്റ്റേഷനിലാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒരു ഫസ്റ്റ് ട്രൈംസ്റ്റർ കഴിഞ്ഞാൽ ഒരു 10,000 മില്ലി ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് പെർ ml ആ ഒരു ലെവലിൽ ഡെലിവറി വരെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു. ആൻഡ് ആഫ്റ്റർ ഡെലിവറി എച്ച് സി ജി ലെവൽ ഒരു 2 to 3 ഡേയ്സിനുള്ളിൽ തന്നെ ഡ്രോപ്പ് ചെയ്യുന്നു. ഒരു 2 weeks കഴിയുന്നതോടുകൂടി നമുക്ക് അൺഡിറ്റക്റ്റബിൾ ആയിട്ട് എച്ച് സി ജി ലെവൽ തീരെ കാണാൻ പറ്റാത്തൊരു സ്റ്റേജ് ആയിട്ട് വരും. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഗ്രാഫ് എപ്പോഴും നമ്മൾ ഒരു 10 mark essay ഒക്കെ ചോദിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വരച്ച് തന്നെ മെൻഷൻ ചെയ്യണം. നൗ റിഗാർഡിംഗ് ദ സ്പെസിമെൻ. സോ യൂറിൻ ടെസ്റ്റിംഗ് ആയാലും സിറം ടെസ്റ്റിംഗ് ആയാലും നമുക്കറിയാം യൂറിൻ ആൻഡ് സിറം ആണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള സ്പെസിമെൻ ദാറ്റ് ഇസ് റിസീവ്ഡ് ഇൻ ദ ലബോറട്ടറി. സോ യൂറിൻ ആണെങ്കിൽ എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഏർലി മോർണിംഗ് യൂറിൻ ആണ്. ബിക്കോസ് ഇറ്റ് ഇസ് ദ മോസ്റ്റ് കോൺസെൻട്രേറ്റഡ് യൂറിൻ. എച്ച് സി ജി ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ല എമൗണ്ടിൽ തന്നെ നമുക്കതിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ വി ഷുഡ് ടെസ്റ്റ് വിത്തിൻ 72 hours. നോർമലി അങ്ങനെ ഒരു കണ്ടീഷൻ വരാറില്ല. സാമ്പിൾ റിസീവ് ചെയ്ത ഉടനെ തന്നെ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ഒക്കെ സിമ്പിളാണ്. സോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യും. സിറം ആണെങ്കിൽ യു ക്യാൻ കീപ്പ് ഇറ്റ് ഫോർ 2 to 8 degrees centigrade ഫോർ 24 hours. ആൻഡ് ലോങ്ങർ ടൈം കീപ്പ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ കീപ്പ് ഇറ്റ് ഫോർ -20 degree centigrade. ദെൻ പ്രിക്കോഷൻസ്. എപ്പോഴും ഈ എച്ച് സി ജി ടെസ്റ്റിംഗ് ഓർ പ്രഗ്നൻസി ടെസ്റ്റിങ്ങിന് ചില പ്രിക്കോഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാർഡ് ടെസ്റ്റൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ യൂറിനിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹെമറ്റ്യൂറിയ ഓർ പ്രോട്ടീൻ യൂറിയ, യൂറിനിൽ ബ്ലഡ് സെൽസും പ്രോട്ടീനും ഒക്കെ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ഫാൾസ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എച്ച് സി ജി റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. സിമിലർലി ഹീമോലൈസിസ് ഉണ്ടെങ്കിൽ റോങ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഏർലി മോർണിംഗ് യൂറിൻ എല്ലാം എടുത്തിട്ടുള്ളതെങ്കിൽ ദാറ്റ് ഈസ് ഏർലി മോർണിംഗ് അല്ലാത്ത യൂറിനൊക്കെ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള യൂറിൻ ആയിരിക്കും. സോ അങ്ങനെയുള്ള ഡൈല്യൂട്ടഡ് യൂറിനിൽ അതേപോലെ നെഗറ്റീവ് റിസൾട്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ദാറ്റ് വി ഓൾവേസ് റെക്കമെൻഡ് ഏർലി മോർണിംഗ് യൂറിൻ സാമ്പിൾ ഫോർ പ്രഗ്നൻസി ടെസ്റ്റ്. ദെൻ ഹിസ്റ്ററി ഓഫ് ഡ്രഗ് യൂസ്. ഇപ്പോൾ പ്രോമെത്തസീൻ എന്ന് പറയുന്ന ഡ്രഗ് കഴിക്കുന്ന ആൾക്കാരിൽ ഫാൾസ് നെഗറ്റീവ് റിസൾട്ട് വരാനും ചാൻസ് ഉണ്ട്. സോ ജസ്റ്റ് റിമെമ്പർ ദിസ് പോയിന്റ്. ഇറ്റ്സ് നോട്ട് സോ മച്ച് ഇമ്പോർട്ടൻറ്റ്. Next is the most important session, laboratory test for beta human chorionic gonadotropin or beta HCG. First of all, biological assays, immunoassays, radioimmunoassays, radioreceptor assays and immunometric assays. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്നത് ബയോളജിക്കൽ അസൈസ് മാത്രമായിരിക്കും. ബാക്കിയുള്ള 4 അസൈസും കൂടെ വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഉടനെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. So first of all, bioassays. Bioassays or biological assays എന്ന് പറഞ്ഞാൽ actually we are using animals to detect the presence of HCG. Animal inoculation ആണ് നമ്മളിവിടെ ചെയ്യുന്നത് under standardized conditions. So what are the limitations? Animal inoculation വഴിയുള്ള HCG ഡിറ്റക്ഷനൊക്കെ ഇപ്പം ഒബ്സലീറ്റ് ആണ്, ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. എങ്കിലും ഹിസ്റ്ററിക്കൽ ആസ്പെക്റ്റ് തുടങ്ങി പറയുമ്പോൾ നമ്മൾ എപ്പോഴും മെൻഷൻ ചെയ്യേണ്ട, ഉറപ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പോയിൻറ്റ്സ് ആണ്. എസ്പെഷ്യലി ഫോർ വൈവ ക്വസ്റ്റ്യൻസ് ആൻഡ് MCQസിലൊക്കെ നമുക്ക് എപ്പോഴും ചോദിക്കാം. ബയോഅസേസിൽ എന്തെങ്കിലും ഒരു പോയിന്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അറ്റ്ലീസ്റ്റ് യു ഷുഡ് റിമെമ്പർ ദ നെയിം ഓഫ് ദി ബയോഅസേസ്.
സോ ലിമിറ്റേഷൻസ് നോക്കുകയാണെങ്കിൽ നീഡ് ഫോർ ആനിമൽ ഫെസിലിറ്റീസ്. ദാറ്റ് മീൻസ് ആനിമലിൻ്റെ പ്രോപ്പർ കെയർ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും അത് വലിയൊരു ലോങ് പ്രൊസീജിയർ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ അത് മാനേജ് ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലിമിറ്റേഷൻ. സെക്കൻഡ് വൺ, ടെസ്റ്റ് ഇൻവോൾവ്സ് ടീഡിയസ് പ്രൊസീജിയേഴ്സ് സച്ച് എസ് സാക്രിഫൈസിങ് ദി ആനിമൽ. ഒരു ആനിമൽ ഇനോക്കുലേഷൻ വഴി ആ ആനിമലിലുള്ള ചേഞ്ചസ് HCG ഏത് രീതിയിലുള്ള ചേഞ്ചസ് ആണ് ആ ആനിമലിൽ ഇൻഡ്യൂസ് ചെയ്തതെന്നാണ് നമ്മൾ ഈ ഒരു ബയോ എസ്സേ വഴി നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. സോ ആനിമലിൽ ഉണ്ടാക്കിയ ചേഞ്ചസ് അറിയണമെങ്കിൽ നമ്മൾ ആനിമലിനെ കില്ല് ചെയ്യണം. കില്ല് ചെയ്തിട്ട് ഏത് ഭാഗത്താണോ ചേഞ്ച് ഉണ്ടാക്കിയത് ആ ഭാഗം നമ്മൾ എക്സാമിൻ ചെയ്യണം. സോ അതൊക്കെ വളരെ ടീഡിയസ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ്. സിമിലർലി ലോങ് ടൈം റിക്വയർഡ് ഫോർ ദ ടെസ്റ്റ് റിസൾട്ട്സ്. അപ്പോൾ ഇത്രയും പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ് വരുമ്പോൾ ആനിമലിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്തിട്ട് അവരിലുള്ള ചേഞ്ചസ് ഒബ്സർവ് ചെയ്യാനെടുത്ത ടൈം മേ ബി വീക്സ് ഓർ മന്ത്സ് ഓർ ഡേയ്സ്. അത് കഴിഞ്ഞിട്ട് അവരെ നമ്മൾ കില്ല് ചെയ്യണം. കില്ല് ചെയ്തതിന് ശേഷം അവരിലുണ്ടായ ചേഞ്ചസ് എന്താണെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഫൈനലി നമ്മൾ റിസൾട്ട് കൊടുക്കണം. സോ അതൊരു ലോങ് ടൈമാണ് ആൻഡ് ലോ സെൻസിറ്റിവിറ്റി ആൻഡ് ഹൈ കോസ്റ്റ്. സോ ഇതൊക്കെയാണ് ബയോ അസൈസിൻ്റെ ലിമിറ്റേഷൻസ്. സോ ബയോ അസൈസിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓരോ ടെസ്റ്റുകളും ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് അതിൽ യൂസ് ചെയ്യുന്ന ആനിമൽസ് ഡിഫറെൻ്റ് ആണ്, ഇനോക്കുലേഷൻ മെത്തേഡ്സ് ഡിഫറെൻ്റ് ആണ്, ഒബ്സർവ് ചെയ്യുന്ന ചേഞ്ചസും ഡിഫറെൻ്റ് ആണ്. സോ ഏതൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ ഹിസ്റ്ററിക്കലി പറയുമ്പോൾ വരിക നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ആഷ്യം ആൻഡ് സോണ്ടെക് ടെസ്റ്റ്. സോ ഹിയർ യൂറിൻ സാമ്പിൾ, അതായത് ഒരു വുമൺ വിച്ച് ഇസ് സസ്പെക്റ്റഡ് ടു ബി പ്രഗ്നൻറ്റ്, ആ പ്രഗ്നൻസി സസ്പെക്റ്റ് ചെയ്യുന്ന വുമൻ്റെ യൂറിൻ സാമ്പിൾ ഒരു 2 ml ഓഫ് യൂറിൻ സാമ്പിൾ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇമ്മച്വർ മൈസിൽ 2 days നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നു. ആഫ്റ്റർ 5 days നമ്മൾ ആനിമൽസിനെ കില്ല് ചെയ്തിട്ട്, ദാറ്റ് മീൻസ് ആ മൈസിനെ കില്ല് ചെയ്തിട്ട് മൈസിൻ്റെ ഓവറീസിൽ കോപ്പസ് ലൂട്ടിയം ഫോം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നു. ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് HCG ഇൻ ദ യൂറിൻ സാമ്പിൾ വി ഹാവ് ടെസ്റ്റഡ്. So that is about Ascham and Zondek test. Next is Kupperman test. Kupperman test is actually a modification of Ascham and Zondek test. അവിടെ ഇമ്മച്വർ മൈസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഇമ്മച്വർ റാറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 2 ml ഓഫ് യൂറിൻ തന്നെ എടുക്കുന്നു. സബ്ക്യൂട്ടേനിയസ്ലി ഇഞ്ചെക്ട് ചെയ്തിട്ട് 6 hours തന്നെ നമ്മൾ ഓവേറിയൻ ചേഞ്ചസ് ഒബ്സർവ് ചെയ്യുന്നു റാറ്റിൻ്റെ കേസിൽ. സിമിലർലി നമുക്ക് ഇൻട്രാപെരിറ്റോണിയലി ആണ് നമ്മൾ യൂറിൻ ഇഞ്ചെക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓവേറിയൻ ചേഞ്ചസ് 2 hours ഒബ്സർവ് ചെയ്യാം എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് കുപ്പർമാൻ ടെസ്റ്റ്. നെക്സ്റ്റ് ഇസ് ഫ്രൈഡ്മാൻ ടെസ്റ്റ്. ഫ്രൈഡ്മാൻ ടെസ്റ്റ് 1931 കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഇവിടെ ഫീമെയിൽ റാബിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. റാബിറ്റിലേക്ക് നമ്മളൊരു 10 to 15 ml ഓഫ് യൂറിൻ, മെച്യൂർഡ് ഫീമെയിൽ റാബിറ്റ് ആണ്, അവിടെ ഇമ്മച്യൂർ ആയിരുന്നു, ഇവിടെ മെച്യൂർ ഫീമെയിൽ റാബിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. 10 to 15 ml ഓഫ് യൂറിൻ നമ്മൾ ഇൻട്രാവീനസ്ലി ഇഞ്ചെക്ട് ചെയ്തിട്ട് 48 hours ഓവറിൽ കോപ്പസ് ലൂട്ടിയം ഫോം ചെയ്തിട്ടുണ്ടോ ഓർ ഹെമറാജിക് ഫോളിക്കൽസിൻ്റെ ഫോർമേഷൻ ഉണ്ടോ എന്നുള്ളത് 48 hours ചെക്ക് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഫ്രൈഡ്മാൻ ടെസ്റ്റ്. നെക്സ്റ്റ് ഇസ് ബെല്ലർബി ടെസ്റ്റ്. സോ ബെല്ലർബി ടെസ്റ്റിൻ്റെ കേസിൽ വി ഹാവ് ടു കോൺസെൻട്രേറ്റ് ആൻഡ് എക്സ്ട്രാക്ട് ദി HCG ഇൻ ദ യൂറിൻ. യൂറിൻ്റെ അകത്ത് HCG പ്രസൻ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ പ്രസിപ്പിറ്റേഷൻ ഓർ കവോലിൻ അഡ്സോപ്ഷൻ ആണ്. അതിനുശേഷം നമ്മൾ ഈ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള HCGയുടെ ലാർജ് ഡോസ് നമ്മൾ ഫീമെയിൽ സൗത്ത് ആഫ്രിക്കൻ ക്ലോഡ് ടോഡ്സ്, പേര് സീനോപ്പസ് ലെവിസ്, ആ ജീനസിൽ വരുന്ന ടോഡ്സിലേക്കാണ് നമ്മൾ HCG ഇഞ്ചെക്ട് ചെയ്തത്. സോ HCG ഇഞ്ചെക്ട് ചെയ്താൽ ഉടനെ തന്നെ 24 hours ദേ വിൽ ലേ എഗ്സ്, ഒവുലേഷൻ നടക്കുന്നു. അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഒവുലേഷൻ നടക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് HCG. നെക്സ്റ്റ് ഇസ് റാറ്റ് ഒവേറിയൻ ഹൈപ്പറിമിയ ടെസ്റ്റ് ഓഫ് ഫ്രാങ്ക് ആൻഡ് ബെർമാൻ. സോ ഹിയർ നമ്മൾ 2 ഇമ്മച്വർ ഫീമെയിൽ റാറ്റ്സിലേക്ക് 2 ഇഞ്ചെക്ഷൻസ് യൂറിൻ നമ്മൾ 2 ഇഞ്ചെക്ഷൻസ് കൊടുക്കുന്നു. എന്നിട്ട് അവരെ കാർബൺ മോണോക്സൈഡ് യൂസ് ചെയ്തിട്ട് 24 hours ശേഷം കാർബൺ മോണോക്സൈഡ് യൂസ് ചെയ്തിട്ട് കില്ല് ചെയ്യുന്നു. സോ റാറ്റ് ഒവേറിയൻ ഹൈപ്പറീമിയ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ബ്ലഡ് വെസൽസ്. സോ പോസിറ്റീവ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ റാറ്റിൻ്റെ ഓവറീസിൽ എന്തുണ്ടാകും, കാപ്പിലറി ഡയലറ്റേഷൻ കാരണം ബ്ലഡ് സർക്കുലേഷൻ കൂടും, അതേപോലെ തിക്കൽ സെൽ ഹൈപ്പർപ്ലേഷ്യ. സോ ഇതാണ് പോസിറ്റിവിറ്റി കാണിക്കുന്ന കണ്ടീഷൻ. നെക്സ്റ്റ് ഇസ് ടെസ്റ്റ് യൂസിങ് മെയിൽ ടോഡ് ഓർ മെയിൽ ഫ്രോഗ്, അതിനെ ഗല്ലി മെയിനിനി ടെസ്റ്റ് എന്നാണ് പറയുന്നത്. സോ ഇവിടെ HCG നമ്മൾ മെയിൽ ഫ്രോഗിലേക്കാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. സോ മെയിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വി ആർ ഡിറ്റക്ടിങ് ദ പ്രസൻസ് ഓഫ് സ്പേം. സോ HCG പ്രസൻറ്റ് ആണെങ്കിൽ ദേ വിൽ റിലീസ് സ്പേം, ആ സ്പേമിനെ നമ്മൾ മൈക്രോസ്കോപ്പിക്കലി ചെക്ക് ചെയ്യുക. സോ ദീസ് ആർ ഓൾ അബൌട്ട് ബയോ എസ്സേസ്. ബാക്കിയുള്ള എസ്സേസും
മറ്റ് കാര്യങ്ങളും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ അടുത്ത വീഡിയോ ഉടൻ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ, അതായത് പ്രഗ്നൻസി പീരീഡ് എന്താണെന്നും ഹോർമോൺസിനെ കുറിച്ചിട്ടും ഹോർമോൺസിൻ്റെ ഫങ്ഷനെ കുറിച്ചിട്ടും അതിൻ്റെ പല സ്റ്റേജിൽ ഏത് രീതിയിൽ എലിവേറ്റഡ് ആവുന്നതിനെ കുറിച്ചിട്ടും ജനറലി സ്പെസിമെൻസ് ഏതൊക്കെ യൂസ് ചെയ്യുന്നു, പ്രിക്കോഷൻസ് ആൻഡ് ഓൾസോ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ടെസ്റ്റ്, അതിലൊരു ടെസ്റ്റ് മാത്രം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സോ ഇൻ കേസ് ഓഫ് എനി ഡൗട്ട്സ് യു ക്യാൻ കമൻറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. താങ്ക് യു.